ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു സമൂസ ഉണ്ടാക്കാനുള്ളൊരു പരിശ്രമത്തിലാണ്. ഇതുവരെ ഞങ്ങൾ സമൂസ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്, പെരുംജീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ സവാള അരിഞ്ഞത്, ഒരു സവാള എടുത്തിട്ടുള്ളത്, സവാള അരിഞ്ഞിടുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി അരിഞ്ഞുള്ളത്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞ് ചതച്ചതാണുള്ളത്. ഇതെല്ലാം കൂടെ നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വഴറ്റുക. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മൾ വഴറ്റിയിട്ട് ഏകദേശം ഒന്ന് നല്ല ഒന്ന് റോസ്റ്റായി വരുന്ന ലെവലിൽ ഒന്ന് വഴറ്റുക. ലേശം ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതായി കിട്ടും. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് കളറായി വന്നുകൊണ്ടിരിക്കും. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു സമൂസ ഉണ്ടാക്കാൻ നോക്കണത്. ഇതിൽ വലിയ ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, നമ്മൾ ചെറുതായിട്ടൊന്നും നോക്കിയിട്ടുള്ളത്. അതിലിപ്പോൾ ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ. ലേശം ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ ലേശം ഗരം മസാലയുടെ പൊടി ചേർത്തിട്ടുണ്ട്, ലേശം മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചെറിയൊരു എരിവിന്, പിന്നെ ലേശം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ചെറിയൊരു റെസിപ്പിയാണ് നോക്കിയുള്ളത്, അത് മല്ലിപ്പൊടി. പിന്നെ ഇതിൽ ക്യാരറ്റ് അങ്ങനെ ഗ്രീൻ പീസ് അങ്ങനെയുള്ളതൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ ഒരു പരിശ്രമമായ കാരണമാണ് ഇത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഉള്ളി ഒക്കെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അതും കൂടിയിട്ട് നല്ല നന്നായിട്ടുണ്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഫില്ലിങ് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഒന്നുകൊണ്ട് ഉടച്ച് കഴിഞ്ഞാൽ ചിലർ കൈയായിട്ടാവും ചെയ്യുക, നമ്മളിപ്പോൾ സ്പൂണായിട്ട് കൊണ്ട് ഉടച്ച് നല്ല ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ലേശം മല്ലിച്ചപ്പും കൂടി അതിൽ ആഡ് ചെയ്യണം. മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. അതും കൂടി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതാ സമൂസ മടക്കുകയാണ്. അതിങ്ങനെ മടക്കി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പൂണിൽ നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് നമ്മൾ അത് അതേ ലെവലിൽ മടക്കിയിട്ട് അതൊന്ന് കൂട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ അതിൽ ഇവിടെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദ ഒരു പശ പോലെ എന്നുള്ളൊരു ലെവലിൽ മൈദ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സമൂസ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിക്കണം. നമ്മൾ പാം ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി പാം ഓയിൽ ഒന്ന് ചൂടായിട്ട് വരാണ്ടാവും. ചൂടായപ്പോൾ സമൂസ ഇട്ട് കൊടുക്കണം. ഒരു ഏകദേശം ഒരു വല്ലാണ്ട് ഇതാവരുത്, പെട്ടെന്ന് തന്നെ നമുക്ക് കോരി എടുക്കാനാവണുള്ളൂ. എന്താകുമ്പോൾ വെച്ചാൽ നമ്മൾ വല്ലാണ്ട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകേണ്ട ഒരു ടേസ്റ്റ് ഇത് വരും. നമ്മളൊരു 6-7 എണ്ണത്തിൻ്റെ അടുത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഭാഗം കരിഞ്ഞു പോകാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി എടുക്കാം. 2 സൈഡും ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക്
കോരി എടുക്കാം. ഒന്ന് രണ്ടെണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കോരി എടുക്കുകയാണ്. അത് ആ ഒരു കറുത്ത ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് എടുക്കണം. തീ വല്ലാണ്ട് കൂടരുത്. എന്നാലാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതല്ല വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ചെറിയൊരു തട്ടിക്കൂട്ട് സമൂസയാണ് നമ്മൾ ഉണ്ടാക്കിയുള്ളത് കേട്ടോ. വല്ലാണ്ട് ഹെവി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള എല്ലാം നമ്മൾ ഉണ്ടാക്കിയുള്ളത്. നമ്മളുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ പട്ടാണിയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഗ്രീൻ പീസൊക്കെ ചേർക്കണമെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ആഷിമ സമൂസ തിന്നിട്ട് ആഷിമയുടെ അഭിപ്രായം പറയാണ്. ആഷിമ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ ഗൈസ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേനും എല്ലാവർക്കും നന്ദി, നമസ്കാരം.